ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും എനിക്ക് എക്സാം വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റഡി വ്ളോഗ് എടുക്കുന്നത്. പിന്നെ എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടാവാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയും ജലദോഷം അതൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഒന്ന് സ്പീഡാക്കിയാണ് കേട്ടോ കാണിക്കണത്. എന്തെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ പഠിക്കാൻ ഞാൻ പഠിച്ചത് കഴിഞ്ഞു. ഈസിയാണ് ഡിസ്ട്രിക്ട് നമുക്ക് പുസ്തകത്തിൽ വെള്ളം ഞാൻ റിലൈസ് ചെയ്തെടുക്കാം. ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫ്രണ്ട്സ്, ഞാൻ കുളിച്ചതായതുകൊണ്ടാണ് തലമുടി കെട്ടിയിരിക്കുന്നത്. ഞാനങ്ങനെ രാത്രിയാണ് കുളിക്കാറുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഴുതി തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഇതൊക്കെ കുറച്ചൊന്ന് എഴുതിയിട്ട് വരാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് വിശന്നു. അപ്പോൾ അമ്മ എനിക്ക് ഇപ്പി ഉണ്ടാക്കി തന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പിയാണ്. എനിക്ക് മാഗി ഇഷ്ടമല്ല എന്നല്ല, എനിക്കിഷ്ടമാണ് മാഗി, പക്ഷെ കൂടുതൽ എനിക്ക് ഇപ്പിയാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും സൈഡിലോട്ട് വെക്കാം. ഒരു ഇച്ചിരി കാറാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നാം. ഞാൻ എന്തായാലും കുറച്ചൊക്കെ പഠിക്കട്ടെ. കുറച്ചൊക്കെ പഠിക്കാം, കുറച്ചൊക്കെ തിന്നാം. അങ്ങനെ ഇതൊക്കെ ഞാൻ തിന്നുകൊണ്ടിരുന്നപ്പോൾ ഫോണിലെ ബ്രൈറ്റ്നെസ് ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഞാനത് മര്യാദക്ക് ആക്കിയതാണ്. അതാണ് അപ്പോൾ ഒരു ഇരുട്ട് പോലെ തോന്നിയത്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നുകയും ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടായിരുന്നു പഠിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ തലയിൽ ഞാൻ കെട്ടി വെച്ചേക്കണത് ടവൽ ഉണങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും നൂഡിൽസ് തിന്നു.
അപ്പോഴത്തേക്ക് നൂഡിൽസ് ഏകദേശം കഴിഞ്ഞായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്കുഷി എടുത്ത് നിൽക്കണ്ടായി. ഞാൻ ഉണ്ടാക്കിയത് ഹോം മെയ്ഡ്. നമ്മൾ ഏകദേശം തിന്നൊക്കെ കൊണ്ടുകൊണ്ടു. അപ്പോൾ എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. അതെൻ്റെ സ്കൂൾ ബോട്ടിലാണ് കേട്ടോ, വാട്ടർ ബോട്ടിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പണ്ട് വാങ്ങിച്ചത് ഒരു 4ാം ക്ലാസ്സിൽ വാങ്ങിച്ചൊരു ഡക്കിൻ്റെ ഒരു സ്കെയില് ഞാൻ ഇങ്ങനെ കാണിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളവും ഗ്ലിറ്ററും കൂടെ ഉണ്ട്. അതാണ് ഗൈസ്, കണ്ടോ, ഇങ്ങനെ കുലുക്കുമ്പോൾ ആ ഗ്ലിറ്റർ ഇങ്ങനെ താഴത്തോട്ട് ഒഴുകി വരും. നല്ല രസമാണ്. എനിക്കിഷ്ടമുള്ള സ്കെയില് ഗൈസ്. എൻ്റെ കുഞ്ഞ് ഡയറി കണ്ടോ, ഞാൻ ഇതിൻ്റെ അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ പോയി. എൻ്റെ ജേർണലിൻ്റെ ഒരു കുഞ്ഞൊരു ഡയറിയാണ്. ഫസ്റ്റ് എനിക്ക് കവായി സ്റ്റിക്കർ കിട്ടിയപ്പോൾ ചെയ്ത ജേർണലിംഗ് ആണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബുക്ക്. എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്കാണത്. പിന്നെ ഞാൻ ഒരു വെറൈറ്റി കാര്യം ഇതിൽ ഈ ഒരു ഭാഗം ഞാനിങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാക്കി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടൈപ്പ്. പിന്നെ ഞാൻ അടുത്ത ഡയറി കാണിച്ചു. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ജേർണലിൻ്റെ ഡയറി. ഫസ്റ്റ് ഞാനിങ്ങനെ സ്കൂളിലെ ലാസ്റ്റ് ദിവസം ഈ മിസ്സുമാരുടെ കുറേ ചെയ്ത് കിട്ടിയൊരു ഭാഗമാണ്. അതിൻ്റെ ജേർണലിൻ്റെ പ്രിൻ്റൊക്കെ ചെയ്ത് കുറേ സ്റ്റിക്കേഴ്സ് അതൊക്കെ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഇതെനിക്ക് അപ്പം കവായി സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കുണ്ട്. അതാണ് ഈ പഴയ ജേർണലിംഗ് ബുക്ക്. സ്പെഷ്യലായിട്ടാണ് ഇത്. സബ്സ്ക്രൈബ്. ബാക്കി കിട്ടാം. അപ്പോൾ ഞാൻ ആദ്യം പിന്നെയും ഇത് കാണിച്ച് ഞാൻ ഉണ്ടാക്കിയൊരു ക്യാൻഡിൽ, അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ ഒരു മഷ്റൂം, അതെനിക്ക് ഓർമ്മയുണ്ടെന്ന്, ആ ഒരു മഷ്റൂമും. പിന്നെ എനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയത് ഒരു പ്രിൻസസ് പോലത്തെ ഉണ്ട്. അതിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കറക്കുമ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു പിങ്കും ഒരു ഗ്രീൻ കളറാണ്. അപ്പം ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് പോലും അറിയില്ല ഞാൻ അതെന്തിനാ കാണിച്ചതെന്ന്. പിന്നെ ഞാൻ പിന്നെയും പഠിക്കാൻ തുടങ്ങി. Emotional, damn it! അപ്പോഴത്തേക്ക് ഞാൻ തലമുടി തുടങ്ങിയപ്പോൾ മുടി അഴിച്ചു. അപ്പം ടാറ്റ ബൈ ബൈ. ഇത്രയുള്ളതോടെ ബൈ. 3, 2, 1. Subscribe.